നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ന്യൂസിലാൻഡിൻ്റെ എക്കാലത്തെയും മികച്ച ബാറ്റർ കെയ്ൻ വില്യംസനെ കുറിച്ചാണ് ഈ വീഡിയോ. കെയ്ൻ വില്യംസനെ ഒരു നിശബ്ദ ഇതിഹാസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ക്രിക്കറ്റ് ഫീൽഡിൽ ഇത്രമാത്രം നിശബ്ദനായ, ശാന്തനായ മറ്റൊരാളെ കണ്ടെത്തുക പ്രയാസമാണ്. ഒട്ടും ഒച്ചയില്ലാതെ, ബഹളങ്ങളേതുമില്ലാതെ ക്രിക്കറ്റ് കളിക്കുക എന്നത് ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം പ്രാവർത്തികമാക്കിയ കളിക്കാരനാണ് കെയ്ൻ സ്റ്റുവർട്ട് വില്യംസൺ. ലോക ക്രിക്കറ്റിൽ ഇത്രയും മാന്യനായ ഒരു ക്രിക്കറ്ററെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഏത് സമ്മർദ്ദത്തിലും അയാൾ ക്ഷമ കൈവിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളെയും അയാൾ ഒരേ മനസ്സോടെ കൈകാര്യം ചെയ്തു. എപ്പോഴും സൗമ്യമായി പെരുമാറി. മിക്കപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ കെയ്ൻ വില്യംസനെ നിങ്ങൾക്ക് കാണാനാകില്ല. ഇനി ബാറ്റിങ്ങിൻ്റെ കാര്യം വന്നാലോ, ഇത്രയും അഴകോടെ കളിക്കുന്ന മറ്റൊരു ബാറ്റർ ആധുനിക ക്രിക്കറ്റിലില്ല. അയാൾ ക്രിക്കറ്റ് ബോളിനെ പ്രഹരിക്കാറില്ല, തഴുകുക മാത്രമേ ചെയ്യാറുള്ളൂ. അടിച്ചു പറത്തുക എന്നൊരു വാക്ക് വില്യംസണിൻ്റെ നിഘണ്ടുവിലില്ല. പെരുമാറ്റത്തിലെ ആ സൗമ്യത ബാറ്റിങ്ങിലും അതേപോലെ അയാൾ നിലനിർത്തി. എല്ലാ അർത്ഥത്തിലും ഒരു ക്ലാസ് പ്ലെയർ. ക്രിക്കറ്റിൻ്റെ ഏത് ഫോർമാറ്റിനും അനുയോജ്യനായ ബാറ്റർ. ന്യൂസിലാൻഡിന് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുള്ളവരിൽ മാർട്ടിൻ ക്രോ മാത്രമാണ് ഒരുപക്ഷെ വില്യംസണുമായി താരതമ്യം ചെയ്യാനാവുക. അത് ക്ലാസിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കരിയർ റെക്കോർഡിൻ്റെ കാര്യത്തിൽ ക്രോയെ പിന്നിലാക്കി വില്യംസൺ ബഹുദൂരം മുന്നിലാണ്. അയാൾ തൻ്റെ കളിജീവിതം അവസാനിപ്പിക്കുമ്പോഴേക്കും ന്യൂസിലാൻഡിൻ്റെ എക്കാലത്തെയും മികച്ച ബാറ്ററായി മാറുമെന്ന കാര്യം ഉറപ്പാണെന്ന് മാർട്ടിൻ ക്രോ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ കളിജീവിതം അവസാനിക്കുമ്പോൾ അയാൾ കേവലം ന്യൂസിലാൻഡിൻ്റെ മാത്രമല്ല, ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരിക്കും. ക്രിക്കറ്റ് ആരാധകർ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന മറ്റൊരു ക്രിക്കറ്റ് താരവും നിലവിൽ ലോക ക്രിക്കറ്റിലില്ല. അയാളുടെ ഓരോ ചലനത്തെയും ഈ കളിയെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു. 2010 അരങ്ങേറിയത് മുതൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ന്യൂസിലാൻഡ് ബാറ്റിങ്ങിൻ്റെ ശക്തി ദുർഗമാണ് കെയ്ൻ വില്യംസൺ. അഹമ്മദാബാദിൽ ഇന്ത്യക്കെതിരെയായിരുന്നു വില്യംസണിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചുകൊണ്ട് അയാൾ തൻ്റെ വരവറിയിച്ചു. 24 വയസ്സും 151 ദിവസവും പ്രായമുള്ളപ്പോൾ അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 3000 റൺ തികച്ചു. സാക്ഷാൽ ഡോൺ ബ്രാഡ്മാന് പോലും കൈവരിക്കാനാകാത്ത നേട്ടം. ബാറ്റിങ്ങിനെക്കുറിച്ച് ഇത്രമാത്രം വ്യക്തതയുള്ള മറ്റൊരു ബാറ്ററെ താൻ കണ്ടിട്ടില്ലെന്ന് വില്യംസണെക്കുറിച്ച് മാർട്ടിൻ ക്രോ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എല്ലാം സുവ്യക്തമാണ്. ഒന്നിലും ഒരു ആശയക്കുഴപ്പവുമില്ല. ക്രീസിൽ നിൽക്കുമ്പോൾ ഏകാഗ്രതയിൽ സ്ഫുടം ചെയ്തെടുത്ത മുഖമാണ് അയാൾക്ക്. ബൗളർമാരെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു ബാറ്ററില്ല. അതിന് പ്രത്യേകിച്ചൊരു കാരണവുമുണ്ട്. വില്യംസണ് തരുമ്പും ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈഗോ ഇളക്കി വിട്ട് അയാളെക്കൊണ്ട് മണ്ടത്തരങ്ങൾ ചെയ്യിക്കാൻ ബൗളർമാർക്ക് സാധിക്കില്ല. കേവലം വാക്കുകൾക്കപ്പുറം വിനയം ശീലമാക്കിയ വില്യംസനെ പ്രകോപിപ്പിക്കാനും ബൗളർമാർക്ക് കഴിയില്ല. ഒരു സമ്മർദ്ദത്തിലും അയാൾ പ്രകോപിതനാകാറില്ല. അസാധാരണമായ പ്രതിഭയ്ക്കൊപ്പം ഈ ഗുണങ്ങൾ കൂടി ചേരുന്നതോടെ വില്യംസനെ വീഴ്ത്താൻ മികച്ച പന്തുകളെറിയുക എന്നതിലപ്പുറം ബൗളർമാർക്ക് മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല. സ്ലഡ്ജിംഗ് ഉൾപ്പെടെയുള്ള വളഞ്ഞ വഴികളൊന്നും വില്യംസണിൻ്റെ വിനയത്തിന് മുന്നിൽ ചിലവാകില്ല. ഇത് ബൗളർമാർക്കും എതിർ ടീം ക്യാപ്റ്റനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വില്യംസൺ ക്രീസിലെത്തിയാൽ ഇനി എങ്ങനെയൊന്ന് ഇയാളെ പുറത്താക്കുമെന്ന് ചിന്തിച്ച് തലപുകയ്ക്കേണ്ട ഗതികേടിലാകും എതിർ ക്യാപ്റ്റനും ബൗളർമാരും. അയാൾക്കെതിരെ നന്നായി വേർപ്പൊഴുക്കേണ്ടി വരും എന്ന് അവർക്കറിയാം. ആർക്കും പിടിച്ചു കെട്ടാനാകാത്ത ഒരു എക്സ് ഫാക്ടർ വില്യംസണിനുണ്ട്. അതിനെ ആർക്കും കീഴ്പ്പെടുത്താനാകില്ല. മാർട്ടിൻ ക്രോ പറയുന്നത് പോലെ അയാൾ ഗോലിയാത്തിനെ പോലെ പെരുമാറുന്ന, കളിക്കുന്ന ഡേവിഡാണ്. ക്രീസിൽ ഏറെ തിരക്ക് പിടിച്ച കളിക്കാരനാണ് കെയ്ൻ വില്യംസൺ. നിരന്തരം 1ഉം 2ഉം റണ്ണുകളെടുത്ത് ഇടയ്ക്കൊക്കെ ബൗണ്ടറി നേടി സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ബാറ്റർ. അയാളുടെ പ്രതിരോധം അതിശക്തമാണ്. അത് ഭേദിക്കുക എന്നത് മികച്ച ബൗളർമാർക്ക് പോലും ദുഷ്കരമാണ്. ബാക്ക് ഫുട്ടിലും ഫ്രണ്ട് ഫുട്ടിലും ഒരുപോലെ മികച്ച കളിക്കാരനാണ് വില്യംസൺ. ഓഫ് സൈഡിലും ലെഗ് സൈഡിലും ഒരേ മനോഹാരിതയോടെ അയാൾക്ക് കളിക്കാനാകും. ഫാസ്റ്റ് ബൗളറെയും സ്പിന്നറെയും ഒരേ മികവോടെ കളിക്കുന്ന അപൂർവം ബാറ്റർമാരിൽ ഒരാളാണ് കെയ്ൻ വില്യംസൺ. അയാളുടെ ബാക്ക് ഫുട്ട് പഞ്ചുകൾ
സച്ചിൻ ടെണ്ടുൽക്കറുടെയും കുമാർ സംഗക്കാരുടെയും ബാക്ക് ഫുട്ട് പഞ്ചുകൾക്കൊപ്പം നിൽക്കുന്നവയാണ്. അയാളുടെ സ്ട്രൈറ്റ് ഡ്രൈവുകളും ലെഗ് സൈഡ് ഷോട്ടുകളും അത്രമേൽ കൃത്യതയുള്ളതാണ്. സ്പിന്നർമാർക്കെതിരെയുള്ള ക്രീസിലെ അയാളുടെ പാദചലനങ്ങളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. ഒരു ഡാൻസറെ പോലെയാണ് അയാൾ സ്പിന്നർമാർക്കെതിരെ കളിക്കുക. ഇടയ്ക്ക് ചാടി മറ്റൊരിക്കൽ വെട്ടിയൊഴിഞ്ഞ് ഇങ്ങനെ ക്രീസിൽ അയാൾ അക്ഷരാർത്ഥത്തിൽ നൃത്തം വയ്ക്കും. ഒരു ബാറ്റർക്ക് ഏറ്റവും അനുയോജ്യമായ ഉയരവും ബാലൻസുമാണ് വില്യംസൺ ഉള്ളത്. ബൗളർ എറിയുന്ന പന്തിൻ്റെ വ്യത്യസ്തതയ്ക്കനുസൃതമായി അതിവേഗം ചലിക്കുന്ന പാദങ്ങൾ അയാളുടെ പ്രത്യേകതയാണ്. അയാൾ വെറുതെ റൺ നേടുകയായിരുന്നില്ല, മറിച്ച് അയാളുടെ ഓരോ ഇന്നിങ്സും ഓരോ മാസ്റ്റർ പീസുകളായിരുന്നു. അയാൾ സ്ഥിരമായി കൂറ്റൻ സെഞ്ചുറികൾ അടിച്ചു. എന്നാൽ ഏകദിന മത്സരങ്ങളിൽ അയാൾ പലതവണ 90കളിൽ ഔട്ടായി. അതെല്ലാം ടീമിൻ്റെ സ്കോറിംഗ് വേഗത കൂട്ടാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം. അയാൾ ഒരിക്കലും വ്യക്തിഗത നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എപ്പോഴും ടീമായിരുന്നു അയാൾക്ക് പ്രധാനം. എല്ലാ അർത്ഥത്തിലും ഒരു ടീം മാൻ. സ്കൂൾ കാലം കഴിയുമ്പോഴേക്ക് തന്നെ അയാൾ 40 സെഞ്ചുറികൾ അടിച്ചിരുന്നു എന്ന കണക്ക് തന്നെ ചെറുപ്പം മുതൽ അയാൾ എത്രമാത്രം സ്ഥിരതയുള്ള കളിക്കാരനായിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒരേ തരത്തിലുള്ള കളി പുറത്തെടുത്ത ബാറ്ററാണ് കെയ്ൻ വില്യംസൺ. ഉദാഹരണത്തിന് 2020-ലോ ഏകദിനത്തിലോ അയാൾ തൻ്റെ അടിസ്ഥാനപരമായ ബാറ്റിംഗ് ശൈലി മാറ്റാതെ തന്നെ വേഗത്തിൽ റണ്ണടിച്ചു. പരിമിത ഓവർ ക്രിക്കറ്റാണല്ലോ എന്ന് കരുതി ഒരിക്കലും അയാൾ കൂറ്റനടിക്ക് മുതിർന്നില്ല, പന്തിനെ അടിച്ചു പറത്തിയില്ല. പകരം ക്ലാസ് ബാറ്റിങ്ങിലൂടെ ടൈമിങ്ങിലൂടെ തന്നെ 4കളും 6റുകളും നേടി. 2015-ൽ വെല്ലിംഗ്ടണിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ വില്യംസൺ നേടിയ ഡബിൾ സെഞ്ചുറി അയാളുടെ ക്ലാസിൻ്റെയും ഏകാഗ്രതയുടെയും ഉത്തമ ഉദാഹരണമാണ്. 10 മണിക്കൂറിലേറെ ബാറ്റ് ചെയ്താണ് അന്ന് അയാൾ 242 റൺ എടുത്തത്. എന്നിട്ടും ആ പ്രകടനത്തിൽ അയാൾ അസംതൃപ്തനായിരുന്നു. ആ മത്സരത്തിൽ പിറകിലായിരുന്ന ന്യൂസിലാൻഡ് വില്യംസണിൻ്റെ ഈ ഇന്നിങ്സിൻ്റെ ബലത്തിൽ ജയിച്ചു കയറി. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 3000 റൺ നേടിയ ന്യൂസിലാൻഡ് ബാറ്ററാണ് കെയ്ൻ വില്യംസൺ. മികച്ചൊരു ഫീൽഡർ കൂടിയായ വില്യംസൺ അപൂർവമായി ഓഫ് സ്പിൻ ബൗളിങ്ങും ചെയ്തു. ബ്രണ്ടൻ മക്കല്ലം വിരമിച്ചതിനെ തുടർന്ന് വില്യംസൺ ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായി. മികച്ച തന്ത്രജ്ഞൻ കൂടിയായ അയാൾ അസാധാരണ മികവുള്ള ക്യാപ്റ്റനായി മാറി. 2018-ൽ വില്യംസണിൻ്റെ നേതൃത്വത്തിൽ ന്യൂസിലൻഡ് ഏറെ പ്രശസ്തമായ 2 ടെസ്റ്റ് പരമ്പര വിജയങ്ങൾ നേടി. ഇംഗ്ലണ്ടിനെതിരെയും പാകിസ്ഥാനെതിരെയുമായിരുന്നു ഇത്. പാകിസ്ഥാനിൽ വെച്ച് പാകിസ്ഥാനെ 49 വർഷത്തിന് ശേഷമായിരുന്നു ന്യൂസിലൻഡ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ തോൽപ്പിക്കുന്നത്. പരമ്പരയിലെ അവസാന ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ 89-ഉം രണ്ടാം ഇന്നിങ്സിൽ 139-ഉം റണ്ണടിച്ച വില്യംസൺ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചാണ് വിജയത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. എന്നാൽ 2019-ലെ ഏകദിന ലോകകപ്പാണ് വില്യംസനെ ക്രിക്കറ്റിലെ മഹാരഥന്മാരുടെ പട്ടികയിലേക്ക് കുടിയിരുത്തിയത്. ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലെത്തിയ ന്യൂസിലാൻഡ് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ചാമ്പ്യന്മാരാകാതെ പോയത്. ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലെ എക്കാലത്തെയും മികച്ച മത്സരത്തിൽ ഇംഗ്ലണ്ടിനോടാണ് ന്യൂസിലാൻഡ് പരാജയപ്പെട്ടത്. അതും നേടിയ ബൗണ്ടറികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മത്സരം ടൈ ആയതിനെ തുടർന്ന് സൂപ്പർ ഓവർ നടന്നു. അതിലും ഇരു ടീമുകളും തുല്യത പാലിച്ചതോടെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറി നേടിയ ടീമിനെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ആ ഫൈനലിൽ ഒരു ഘട്ടത്തിലും സ്ഥിരപ്രജ്ഞ കൈവിടാതിരുന്ന, പ്രകോപിതനാകാതിരുന്ന വില്യംസൺ മത്സരത്തിന് ശേഷം പുലർത്തിയ മാന്യത ഏറെ പ്രകീർത്തിക്കപ്പെട്ടു. ആ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വില്യംസൺ ആയിരുന്നു. പിന്നീട് 2021-ലെ ആദ്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലൻഡിനെ കിരീടത്തിലേക്ക് നയിച്ചത് കെയ്ൻ വില്യംസൺ ആയിരുന്നു. അന്ന് ന്യൂസിലൻഡ് ഇന്ത്യയെയാണ് തോൽപ്പിച്ചത്. അതോടെ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് ശേഷം ICC ട്രോഫി നേടുന്ന ന്യൂസിലാൻഡ് ക്യാപ്റ്റനായി വില്യംസൺ മാറി. ഇതുവരെ 105 ടെസ്റ്റുകൾ കളിച്ച വില്യംസൺ 9276 റണ്ണാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 54.88 ആണ് ശരാശരി. 33 സെഞ്ചുറിയും 37 അർദ്ധ സെഞ്ചുറിയും നേടി. 251 ഉയർന്ന സ്കോർ. 173 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 49.21 ശരാശരിയിൽ 7235 റണ്ണാണ് അയാളുടെ സമ്പാദ്യം. 148 ഉയർന്ന സ്കോർ. 93 2020 മത്സരങ്ങളിൽ നിന്ന് 2575 റണ്ണാണ് വില്യംസൺ നേടിയത്. 33.44 ആണ് ശരാശരി. 95 ആണ് ഉയർന്ന സ്കോർ. IPL-ൽ 2018-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലെത്തിയപ്പോൾ
ടീമിൻ്റെ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ആയിരുന്നു. അന്ന് ഹൈദരാബാദ് ധോണിയുടെ ചെന്നൈയോട് തോറ്റു. ആ സീസണിൽ 735 റൺ നേടിയ വില്യംസൺ ആയിരുന്നു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ. 2016 സൺറൈസേഴ്സ് ഹൈദരാബാദും 2022 ഗുജറാത്ത് ടൈറ്റൻസും IPL ചാമ്പ്യന്മാരായപ്പോൾ വില്യംസൺ ടീമിലുണ്ടായിരുന്നു. എന്നാൽ 2 ഫൈനലുകളിലും അയാൾക്ക് കളിക്കാനായില്ല. ആധുനിക ക്രിക്കറ്റിൽ ഏറ്റവും സുന്ദരമായി ബാറ്റ് ചെയ്യുന്ന കളിക്കാരനാണ് കെയ്ൻ വില്യംസൺ. ആ ബാറ്റിംഗ് കാണുന്നത് പോലെ ആനന്ദകരമായ മറ്റൊന്ന് ആധുനിക ക്രിക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അയാൾ ഏറ്റവും മികച്ച ബാറ്റർ മാത്രമല്ല, ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് അയാളെപ്പോലെ ഇത്രയും മാന്യമായി ക്രിക്കറ്റ് കളിച്ച മറ്റൊരു കളിക്കാരൻ ആധുനിക ക്രിക്കറ്റിലുണ്ടാകില്ല. എല്ലാ അർത്ഥത്തിലും ആരാധകരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ക്രിക്കറ്ററാണ് കെയ്ൻ വില്യംസൺ. വില്യംസണിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒരാൾക്ക് പോലും ഭിന്നാഭിപ്രായമുണ്ടായിട്ടില്ല എന്നത് തന്നെ അയാളുടെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ്. കെയ്ൻ വില്യംസൺ ക്രിക്കറ്റിലെ എക്കാലത്തെയും ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളും, ക്രിക്കറ്റ് എന്ന ഗെയിമിന് എന്തുകൊണ്ടും അനുയോജ്യനായ അംബാസഡർ. ഇനി എത്ര കാലം കഴിഞ്ഞാലും അക്കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല.